ശുശ്രൂഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മുറിവുകൾ, നമ്മുടെ വേദനകൾ പുറത്തു പറയാൻ പറ്റാത്ത പോലത്തെ വിഷമങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, മാനഹാനി സംഭവിക്കാറുണ്ട്. നമ്മൾ ആളുകളൊക്കെ ഇടപെടുമ്പോഴൊക്കെ ഇല്ലേ, നമ്മൾക്ക് വലിയ സ്നേഹത്തോടുകൂടി നമ്മുടെ അമ്മയെ, നമ്മുടെ അപ്പനെയൊക്കെ നോക്കുന്നവരെ ചിലപ്പോൾ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കടവ് നോക്കുന്നവരെയായിരിക്കും നമ്മൾ ആ കടയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവരെ തിരിച്ചു പ്രകടിപ്പിക്കുന്നവർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നാം. ഇത് ആരോടും പറയാൻ മനസ്സിലാവില്ല. ഈ മുറിവ് ഒരു വശത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നാട്ടിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മളിവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തുള്ളിച്ചാടി, നമ്മൾ പാലക്കാട് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഊങ്കാന്തിച്ച് നടക്കുന്നത്, ഇങ്ങനെ തുള്ളിച്ചാടി ഒറ്റക്കാലങ്ങളിൽ ചാടി താടി മാറുന്നതായി നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം. നമ്മളുടെ ഒരു നേരം കഴിച്ചില്ല നമുക്ക് നോക്കിയിട്ടൊക്കെയാണ് ഇത് വൃത്തി അയച്ചു കൊടുക്കുന്നത് അല്ലേ. എനിക്കറിയാം ഇതിന്റെ വിഷമമൊക്കെ. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ ജോലി ചെയ്തപ്പോൾ പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അതിന്റെ വിഷമം എനിക്കറിയാം. അപ്പൊ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മക്കളോട്, ഈശോയുടെ മക്കളാണ് നമ്മളെല്ലാവരും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഈശോ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളോട് പറയുവാണ്, ഞാൻ നിങ്ങൾ അനാഥരായി വരികയില്ല, ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരും. ഈശോ പറയുന്ന കാര്യം. ഇനി ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതറിയാമോ? അതിങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്താ പറയണേ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് ഈശോ പറയുക. കരമേറ്റി പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. ഒന്നുകൂടി പറയാം. കണ്ണടച്ച് പിടിച്ച് നമ്മുടെ ആ മുറിവുകളിലേക്ക് നോക്കിക്കൊണ്ട്, നമ്മുടെ ഏറ്റവും അസ്വസ്ഥപ്പെടുന്ന സങ്കടങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, അത് ആ ലിസ്റ്റിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. അപ്പൊ ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്. ഈശോയുടെ വാഗ്ദാനം ഇതാണ്. അപ്പൊ നമ്മളിത് മറന്നു പോവുകയാണ്. എന്നിട്ട് നമ്മൾ തന്നെ അധ്വാനിക്കുകയാണ്. സ്നേഹമുള്ള ദൈവജനമേ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയുന്നു. ഞാൻ അച്ഛനായി 21 വർഷമായി. അപ്പോ എനിക്ക് ഇന്നേ വരെ ഉണ്ടായിരുന്ന അനുഭവം ഇങ്ങനെയാണ്, ദൈവം ആണ് നമ്മളെ വഴി നടത്തുന്നത്. നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ട് നമ്മൾ സ്വന്തമാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എന്താണ്, നമ്മൾ സ്വന്തമല്ലെന്ന് ബോധ്യപ്പെടുത്തി നമ്മൾ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഈശോ അതിനുള്ള വഴികളൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും, ഇതുപോലെയൊക്കെ വിഷമമൊക്കെ തന്നിട്ടാണോ ഈശോനെ കൂട്ടി നിർത്തുന്നത്? അത് ഈശോ കൂട്ടി വിഷമം തരുന്നതല്ല. അതായത് നിങ്ങൾക്ക് മക്കളൊക്കെ ഉള്ളതാണ്, അത് ഉണ്ണികളായി നടക്കാനൊക്കെ തുടങ്ങി തുള്ളിച്ചാടി നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ട് ആനന്ദിച്ചിട്ടുള്ളതാണ്. അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ എന്റെ അനിയന്റെയൊക്കെ പിള്ളേരെയൊക്കെ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കി നിന്ന് തല്ലി എന്താ പറയുക, തുള്ളിച്ചാടുന്നു, തലക്കെന്ന് പറയുന്നതൊക്കെ നോക്കി ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോ ഒക്കെ പറയും, അച്ഛാച്ചേ ഞാൻ കൈ പിടിക്കാനൊക്കെ പിള്ളേർ വന്ന് കൈ പിടിച്ചിട്ട് നടക്കും. പക്ഷെ ഇത്ര നേരം കഴിയുമ്പോൾ അവന്റെ സ്വഭാവം മതി വേണത്. അവൻ പറയും, അവൻ തന്നെ പോകാൻ പറയും, അവൻ തന്നെ നടക്കാൻ പറയും. ഏത് അത് ഏടാവണം കൂടി സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് പറയുള്ളൂ, ഏത് ഞാൻ തന്നെ പോകാതെ. അവനൊരു രസം എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. 35 കാണും, 40 കാണും, 60 കാണും, 65 കാണും. അങ്ങനെ വ്യത്യസ്ത പ്രായങ്ങളിലിരിക്കുന്ന ആൾക്കാരാണ്. പ്രായം നമ്മുടെ നോട്ടത്തിൽ 60, 70 അല്ലെങ്കിൽ 50, 55 ഒക്കെയാണ്. 40, 40, 30, 35, 20, 28 ഒക്കെയാണ്. പക്ഷെ ദൈവത്തിന് മുന്നിൽ നമ്മളൊക്കെ ഉണ്ട് അച്ചിഞ്ഞ പിള്ളേരാണ്. അച്ചിഞ്ഞ പിള്ളേരാണ്. ഈ നരച്ച് ഞാൻ ജോലിസെ ഞാനെന്താണ് ദൈവത്തിന് മുമ്പിൽ കുഞ്ഞി കൊച്ചാണ്, ഉണ്ണിയാണ്, വാവ. അപ്പൊ നമ്മളിങ്ങനെ ഈശോയുടെ കരം പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. നടക്കണോ? ഇപ്പൊ ഈശോ ഭയങ്കര സന്തോഷിക്കുക. കാരണം എന്താ അറിയാമോ? ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഏത് വചനം പറയുമോ? ഈശോയെ കുറിച്ച് പറയുമോ? അപ്പനെ കുറിച്ച് പറയുമോ? പിതാവ് ദൈവത്തെ കുറിച്ച് പറയുമോ? ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഈശോ ഇങ്ങനെ അഭിമാനത്തോടുകൂടി നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ.